അയ്യോ പുതിയ RR വന്ന് അല്ല RTR വന്ന് ആ സാധനത്തിനും ഇല്ല. എന്നാൽ ഇതുമില്ല. ടൈല് അങ്ങനെ പോയെന്നാലും കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് ഫീൽ ചെയ്യത്തില്ല, തിരിച്ചു വരും. തുള്ളിക്കളി ഉണ്ട്. അതായത് കൈ ഒന്ന് വിട്ടാൽ ഒറ്റപ്പെടുത്തും, കൈ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ പുറകെ ഒരു ചവിട്ട് വരുന്ന പോലെ. സ്പെഷ്യൽ അൽഗോരിതം തന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നെ വിളിക്കുന്നത് ടോർക്ക് ഫിൽട്ടർ എന്നാ. ടൂറിംഗിൽ നിനക്ക് മോസ്റ്റ് കംഫർട്ടബിൾ എന്നുള്ളത് അതങ്ങ് വിടുക. ഇനി ഒത്തിരി പവർ സ്നേഹിക്കുന്ന ഒരുത്തനെ വിളിച്ചാൽ അവന് ഇഷ്ടപ്പെടും, പക്ഷെ അവനും അങ്ങോട്ട് 100% സാധനം വരത്തില്ല എല്ലാ സിറ്റുവേഷൻസും. വലിയ വൈബ്രേഷൻ ഇല്ലാതായി എന്നല്ല, 5000-നും 7000-നും ഇടയ്ക്ക് വൈബ്രേഷൻ ഉണ്ട്. പിന്നെ ഫോർജ് പിസ്റ്റൺ യൂസ് ചെയ്തെന്ന് പറയും. പിസ്റ്റൺ അതൊക്കെ യൂസ് ഒക്കെ ചെയ്യാം, എന്നാലും വൈബ്രേഷൻ ഉണ്ട്. ഡ്യൂക്ക് 390 വീണ്ടും പണി കിട്ടിയിരിക്കുക. ഈയിടെയായിട്ട് ഡ്യൂക്ക് 390 അത്ര നല്ല കാലമല്ല. LS ഇറക്കുന്നു, RTR ഇറക്കുന്നു. അതെ. സോ ലുക്ക് വിഷയം എനിക്ക് പണ്ട് തൊട്ട് ഇപ്പോഴും ഇഷ്ടമുള്ള ലുക്കാണ്. അഗ്രസീവ് ലുക്കിങ് വിഷയമാണ്. ഡിസൈൻ വിഷയമാണ്. ഡിസൈൻ ഏത് ആംഗിളിൽ നീ നോക്കിയോ സെറ്റാണ്. രണ്ടായിരത്തി 25 അപ്ഡേറ്റ് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് TVS. എന്ത് കൊടുത്തു? എയ്ഡാസ് ഒക്കെ കൊടുത്തു? എയ്ഡാസ് ഇല്ല. എയ്ഡാസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അത്രയ്ക്ക് പോയില്ല. ചിലപ്പോൾ അടുത്ത വണ്ടിക്ക് കൊടുക്കായിരിക്കും. ഇതിലിപ്പം കളർ മാറ്റി, ഗ്രാഫിക്സ് ചേഞ്ച് ചെയ്തു. ഇപ്പം ഈ ഒരു റെഡ് കളർ ഇപ്പം പുതിയൊരു കളറാണ്. നേരത്തെ മാറ്റ് ഫിനിഷുകളായിരുന്നു കൂടുതലും വന്നിട്ടുണ്ട്. മാറ്റ് മാറിയിട്ട് ഗ്ലോസിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിപ്പം റെഡ് ഉണ്ട്, അതുപോലെ നേരത്തെ ഒരു യെല്ലോ ഇല്ലായിരുന്നോ? യെല്ലോയുടെ തന്നെ അത്രയും മഞ്ഞ ഇല്ലാണ്ട് കുറച്ചുകൂടെ കറുപ്പ് കയറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് കയറി നിൽക്കുന്ന ഒരു റെഡ് കളറുണ്ട്. അതിൽ വീൽസ് റെഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ പിന്നെ സെപ്പാൻ ബ്ലൂ എന്ന് പറഞ്ഞാൽ ബിറ്റിയോടെ കളർ ഉണ്ടല്ലോ, അതിന് മാറ്റമൊന്നുമില്ല. അത് സെയിം തന്നെയാണ്. ടോട്ടൽ 2 കളർ, 3 കളർ ചേഞ്ച് ഉണ്ട്. ഒരെണ്ണം സ്റ്റിൽ പഴയ ഒരു കളർ തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 4 കളർ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ എസ്തെറ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ RR3 കണ്ട പോലുള്ള ക്ലിയർ ക്ലച്ച് കേസ് കൊടുത്തു. അടിപൊളിയാണ്. സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തു. അത് വന്നിട്ടുണ്ട്. 15. Yeah. We are actually recording. Do one thing. Whenever you are done with the shoot, you can take the bike at the end. Yeah. Okay. Sure. നക്കിൾ ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട്. എന്താ അത് പ്രൊട്ടക്ഷൻ ഉണ്ട്. ലൈക്ക് 2 ടൈപ്പ് പ്രൊട്ടക്ഷൻ. ഒന്നിനൊക്കെ നിന്റെ കയ്യെ വിൻഡിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലിവേഴ്സും കൺട്രോൾസും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു പോർഷൻ നല്ല അലുമിനിയം ഫിനിഷ്, കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട്. അലുമിനിയം ആണ് അത്, പ്ലാസ്റ്റിക് അല്ല. മൊത്തം പ്ലാസ്റ്റിക് അല്ല. ആ ഒരു ഫ്രണ്ട് പോർഷനും ഈ ഒരു സൈഡ് പോർഷനും ഉള്ള പ്ലാസ്റ്റിക്. മറ്റേത് നല്ല പ്ലാസ്റ്റിക് ആണെങ്കിലും ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് കൊള്ളാം. കവർ ചെയ്യുന്നുണ്ട്. കൊടുത്തേക്കുന്നത് നല്ല രീതിക്ക് തന്നെ കൊടുത്തേക്കുന്നത്. അപ്പൊ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ടോപ്പ് വേരിയന്റ്, ബേസ് വേരിയന്റ്, BTO എന്ന് പറയുന്ന 3 രീതിക്കാണ് വരുന്നത്. ബേസ് വേരിയന്റിൽ നിനക്ക് ലീനിയർ ക്രൂസ് കൺട്രോള്, ട്രാക്ഷൻ കൺട്രോള്, ഡ്രാഗ് ടോർക്ക് കൺട്രോള്, മറ്റേ പുതിയൊരു സാധനമാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ റിയർ വീൽ ലിഫ്റ്റ് ഓഫ് പ്രൊട്ടക്ഷൻ പോലെയുള്ള ഇലക്ട്രോണിക്സ്. ടോപ്പ് വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനോട് ഒരു ക്വിക്ക് ഷിഫ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് ബേസ് വേരിയന്റ് കാണത്തില്ല, ക്വിക്ക് ഷിഫ്റ്റർ കാണത്തില്ല. പക്ഷേ റിയർ വീൽ ലിഫ്റ്റ് ഓഫ് പ്രൊട്ടക്ഷൻ, ഡ്രാഗ് ടോർക്ക് കൺട്രോള്, ലിനിയർ ട്രാക്ഷൻ കൺട്രോള്, ക്രൂസ് കൺട്രോളും ഉണ്ട്. ഈ ഹൈവേ കൂടി ഇല്ലാത്ത പോലാണല്ലോ ഇപ്പോൾ ഇതിലെ വണ്ടി പോകുന്നത്. ടോപ്പ് വേരിയന്റ് വരുമ്പോഴത്തേക്ക് ബൈഡാക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നതാണ് ഈ കാണുന്ന BTO വേരിയന്റ്. BTOയ്ക്ക് തന്നെ 2 BTO കിറ്റ്സ് വരെ തരുന്നുണ്ട്. ഡൈനാമിക്കും പ്രോയും. BTO കിറ്റ് 1ഉം കിറ്റ് 2. ഡൈനാമിക്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രാസ് ചെയിന്, ഫ്രണ്ട് ആൻഡ് ബാക്ക് KYBയുടെ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, എയർ പ്രഷർ മോട്ടറിംഗ് സിസ്റ്റം. BTO കിറ്റ് 2 അതായത് പ്രോയിൽ വരുന്നതാണ് 6 ആക്സിസ് IME ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ്. അത് കുറച്ച് സാധനങ്ങളുണ്ട്. മറ്റേ RTDSC ആണോ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ സാധനമാണ് കീലെസ് എൻട്രി. അതായത് നമ്മൾ കാറുകളിലും അല്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രീമിയം GS അല്ലെന്നുണ്ടെങ്കിൽ മൾട്ടിഷാഡൊക്കെ പോലുള്ള വണ്ടികൾ കണ്ടുള്ള പോലെ ഈ വണ്ടിയുടെ അടുത്തോട്ട് വന്നാൽ മതി, നമുക്ക് കമ്പയർ ചെയ്യാം. വർക്ക് ചെയ്യുന്നുണ്ട്. സീംലെസ് ആണ്, അടിപൊളിയാണ്. നമുക്ക് ഈ ഒരു ബട്ടൺ ഞെക്കുമ്പോഴാണ് നിന്റെ ഇഗ്നിഷൻ സ്റ്റാർട്ട് ആവുന്നുണ്ട്. നേരത്തെ കൊണ്ട് കീട്ട് തിരിക്കണ്ട, പോക്കറ്റ് ഇട്ടുകൊണ്ട് അടുത്ത് വന്നാൽ മതി. അതായത് ലോക്ക് ആൻഡ് അൺലോക്ക് ഉണ്ട്. സോ നീ ഇങ്ങനെ വെച്ച് നിന്റെ ഇത് തിരിച്ചു വെച്ചു ലോക്കെ ഞെക്കി കഴിഞ്ഞാൽ ലോക്കാവും. വരുന്ന വാക്കിനെ എടുക്കുക, അൺലോക്ക് ചെയ്യുക, അൺലോക്കായി നേരെയാക്കുന്നു. ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇഗ്നിഷൻ ഓൺ ആയി. പിന്നെ ജസ്റ്റ് പവർ ഞെക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. നൈസ്. ആ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ഈ പറഞ്ഞ BTOയുടെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ലോഞ്ച് കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട്. നൈസ് ഒരു ലോഞ്ച് കൺട്രോളിനിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഗിയറിൽ ഇടുക, ഫുൾ ത്രോട്ടിൽ കൊടുക്കുക, ക്ലച്ച് ഡ്രാഗ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ലോഞ്ച് കിട്ടും. വീലി അടിക്കത്തില്ല. നമുക്ക് ആ ഒരു കറക്റ്റ് ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു ലോഞ്ച് കിട്ടും. നല്ല ടൈമിങ്ങിൽ തന്നെ ലോഞ്ച്. പവർ അങ്ങനെ ഡൗൺ ആവുന്നൊന്നുമില്ല. പവർ നിനക്ക് പ്രോപ്പറായിട്ട് വീലിൽ കിട്ടും. ഓക്കെ. വിത്തൗട്ട് നിന്റെ കയ്യിൽ നിന്ന് പോകും, അല്ലെങ്കിൽ നിനക്ക് ത്രോട്ടിൽ കൺട്രോൾ ചെയ്യാനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല.
ജസ്റ്റ് ക്ലച്ച് വിടുന്നതിൽ മാത്രം നീ ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് ഫുൾ ത്രോട്ടിൽ ക്ലച്ച് ഡ്രാഗ് ചെയ്ത് വിട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞാൽ ടക്ക് അടിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് 0 to 100 ടോപ്പ് സ്പീഡ് എത്താം. അപ്പോൾ ഈ ലോഞ്ച് കൺട്രോൾ എപ്പോഴും ഓൺ ആയിരിക്കും? അല്ല, ലോഞ്ച് കൺട്രോൾ നീ ചെയ്യേണ്ട സമയത്ത് ഓണാക്കുക. ഒരു ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഓഫ് ആവും. വീണ്ടും ചെയ്യേണ്ടപ്പോൾ അത് ഓണാക്കുക. ഓക്കെ, അപ്പോൾ അത് ട്രാക്ക് മോഡിൽ മാത്രമേ? ട്രാക്ക് മോഡിലേ വരത്തുള്ളൂ. ഓക്കെ, 5 റൈഡിംഗ് മോഡ്സ് ഉള്ളതിൽ ട്രാക്ക് മോഡിൽ മാത്രമേ ലോഞ്ച് കൺട്രോളിൻ്റെ ഓപ്ഷൻ നിനക്ക് മീറ്ററിൽ വരത്തുള്ളൂ. അതിലേ അത് വർക്കും ചെയ്യത്തുള്ളൂ. നൈസായിട്ട് വർക്ക് ചെയ്യും, സീംലെസ് വർക്കിംഗ് ആണ്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ മൈൻഡ് ചെയ്യും. പിന്നെ വരുന്നതാണ് ആ 6 ആക്സിസ് IME ഉള്ളതുകൊണ്ട് തന്നെ കോർണറിങ് ABS ഉണ്ട്, കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, സ്ലോപ്പ് ഡിപ്പെൻഡൻറ്റ് കൺട്രോൾ ഉണ്ട്. അതായത് ഒരു ഇറക്കത്ത് നീ വരുമ്പോൾ കൂടുതൽ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ബാക്ക് ഫ്രണ്ട് പൊങ്ങി വരാണ്ടിരിക്കാനുള്ള സാധനമുണ്ട്. കോർണറിങ് ഡ്രാഗ് ടോർക്ക് കൺട്രോൾ, അതാണ് നീ മുമ്പേ ചോദിച്ച സാധനം. പിന്നെ ഉള്ളത് കോർണറിങ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. സോ നീ വണ്ടി ലീനിലും നിനക്ക് എന്നാ വേണേ കാണിക്കാം. ഒന്നും അറിയാത്ത ഒരു പൊട്ടനെടുത്ത് ഓടിച്ചാൽ, അല്ലെന്നുണ്ടെങ്കിൽ നീ അതുപോലെ അഗ്രസീവായിട്ട് ഓടിച്ച് പെട്ടെന്ന് അയ്യോ എൻ്റെ പൊന്നെ കയ്യിൽ നിന്ന് പോയി ഒരവസ്ഥ വന്നെന്ന് പറഞ്ഞാലും വണ്ടി നിന്നെ മാക്സിമം സേഫ് ആക്കാനായിട്ടുള്ള പരിപാടിയെല്ലാം ചെയ്യും. ഇതൊന്നും ആക്ടിവേറ്റ് ചെയ്യേണ്ട, ഇതെല്ലാം ബൈ സ്റ്റാൻഡേർഡ്. ഓഫാക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. ഇതുപോലെ ട്രാക്ഷൻ കൺട്രോൾ ഓഫാക്കാം. കോർണറിംഗ് ഡ്രാഗ് ടോർക്ക് കൺട്രോൾ എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് RR 310 ആഡ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് 2025 RTR 310 കൊടുത്തിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നീ നല്ല അഗ്രസീവായിട്ടൊരു കോർണർ എടുക്കുകയാണ്, നിനക്ക് ഉദ്ദേശിച്ചൊരു ലൈൻ പിടിക്കാൻ പറ്റിയില്ല, നിനക്ക് സ്ലോ ഡൗൺ ആവണം. അപ്പോൾ നിനക്ക് അതിനോടൊപ്പം തന്നെ ഗിയർ ഡൗണും ചെയ്യേണ്ട ആവശ്യമായിട്ട് വന്നു. അപ്പം അങ്ങനെ ആ ഒരു അത്രയും അഗ്രസീവ് സിറ്റുവേഷനിൽ നിനക്ക് ആ ഒരു അഗ്രസീവ് ഗിയർ ഷിഫ്റ്റ് നടത്തുമ്പം നിന്റെ ബാക്ക് വീലിന്റെ ട്രാക്ഷൻ ലൂസ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണത്. എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നത്തില്ല. എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലിപ്പർ ക്ലച്ച് ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ടുകൂടെ മിക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. സ്ലിപ്പർ ക്ലച്ചിനെ കൊണ്ടും പറ്റാത്ത, കാരണം ലീനി നീ നിൽക്കുമ്പോഴത്തേക്ക് നിന്റെ ടയറിന്റെ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും. സ്ലിപ്പർ ഉണ്ടെങ്കിൽ കൂടി ടയറിന്റെ ആ ഒരു റൊട്ടേഷനിൽ വരുന്ന ഒരു റെസിസ്റ്റൻസ് ചിലപ്പോൾ നിന്റെ ട്രാക്ഷൻ ലൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാം. അപ്പം ആ ഒരു ബാക്ക് ടോർക്ക് ഇങ്ങനെ ഒരു അടി പോലെ തരാണ്ട് കുറച്ച് ഫ്യൂല് കത്തിച്ചുകൊണ്ട് ആ ഒരു ആ വിടിലൂടെ ആകുമ്പോഴത്തേക്ക് സ്ലിപ്പർ ക്ലച്ച് ഇതും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്ത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വരും. ട്രാക്കിൽ നല്ല വൈഡ് കോർണറിൽ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഡൗൺ അടിക്കാമെന്ന് വെച്ചാൽ ഡൗൺ അടിച്ചെന്ന് പറഞ്ഞാലും വണ്ടി ബാക്ക് നല്ല സ്റ്റേബിൾ ആയിരിക്കും, അൺസെറ്റിൽ ആകത്തില്ല. അപ്പോൾ അത് ട്രാക്കിൽ ഓടിക്കുമ്പോഴും റോഡിൽ ഓടിക്കുമ്പോഴും നമുക്ക് നല്ലൊരു സേഫ്റ്റി സാധനമാണ്. വർക്ക് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും, എന്നാൽ അതൊരു ഇൻട്രൂസീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ആ രീതിക്കാണ് ട്യൂൺ ചെയ്യുന്നത്. TVS ഈ ലോഞ്ച് കൺട്രോളും ഈ പരിപാടികളും ഒക്കെ അവർ പറയുന്നത് അവരുടെ പ്രോ സ്റ്റോക്ക് INMRCയിലും അതുപോലെ തന്നെ ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിലും ഒക്കെ റൈഡേഴ്സ് യൂസ് ചെയ്ത് അത് റിഫൈൻ ആക്കിയ ഒരു സാധനത്തിന്റെ പതിപ്പാണ് ഈ ഒരു വണ്ടിയിലോട്ട് കൊടുത്തേക്കുന്നത്. അതായത് TVSന്റെ പ്രൊഫഷണൽ റൈഡേഴ്സ് ആണ് ഈ സാധനം ടെസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അവരാണ് ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്തെടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതപ്പോൾ നമുക്ക് ഓടിക്കുമ്പോഴും മനസ്സിലാവും മൊത്തത്തിലൊരു സ്മൂത്ത് റൈഡാണ് വണ്ടി ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രാക്കിൽ സെറ്റാണ്, റോഡിലും സെറ്റാണ്. റോഡിൽ അത്രയും ആവശ്യം വരത്തില്ല, ട്രാക്കിലാണ് കൂടുതൽ. എങ്കിലും റോഡിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാലും നിനക്കത് സേഫ്റ്റി ഒരു സംഭവമായിട്ട് അവിടെ ഉണ്ട്. പിന്നെ കോർണറിങ് ABS അറിയാമല്ലോ, എന്താ കോർണറിൽ ചെന്നാൽ പിടിക്കുക. കോർണറിൽ ട്രാക്ഷൻ കൺട്രോൾ അറിയാം, കോർണറിൽ ചെന്ന് ഫുൾ ടോട്ടിൽ കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരു വിഷയമില്ല. ക്രൂസ് കൺട്രോൾ ഉണ്ട്, കോർണറിൽ പിരിച്ചുകൊണ്ടാണെങ്കിലും വണ്ടി അതിനനുസരിച്ചിൻ്റെ ലൈൻ അത് നോക്കിയായിരുന്നു. ട്രാക്കിൽ സെറ്റാണ്, നല്ല വർക്ക് ചെയ്യും, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും, രസമാണ് യൂസ് ചെയ്യാനും വേണ്ടി. ഇലക്ട്രോണിക്സ് ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പം നമ്മൾ ഒരു വണ്ടിക്കകത്ത് ഒത്തിരി ഇലക്ട്രോണിക്സ് അതിനകത്ത് ഒത്തിരി അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. ഉള്ള ഇലക്ട്രോണിക്സ് നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അത് യൂസ് ചെയ്യാനും നൈസാണ്. ഇതില്ലാണ്ട് അത് ഉണ്ടെന്നും പറഞ്ഞ് നിനക്ക് ദോഷവുമില്ല, എന്നാൽ അത് ഉള്ളതിൻ്റെതായിട്ടുള്ളൊരു സുഖം നിനക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ആ ഒരു രീതിക്ക് പോകുന്ന രീതിക്കാണ്. പിന്നീട് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രോഡക്ടറി പ്രൈസായിട്ട് എല്ലാ ഇതിനകത്തും ഒരു 10,000 രൂപയുടെ കുറവ് അവർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻറ്റിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 2,39,990 രൂപയാണ്. ടോപ്പ് വേരിയൻറ്റ് വരുന്നത് 2,57,000 രൂപയും. PTO കിറ്റ് വൺ ഡൈനാമിക് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ 2,75,000 രൂപയും. PTO രണ്ടുകൂടെ വരുന്നതാണെന്നുണ്ടെങ്കിൽ 2,85,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഇപ്പോൾ 390 ഡ്യൂക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു 20,000 രൂപയും കൂടെ കുറവായിരിക്കും ഇതിൻ്റെ PTOയ്ക്ക്. അപ്പോൾ 20,000 രൂപ കൊടുത്ത് അതങ്ങ് എടുത്താൽ പോലും അവിടെ അതെടുക്കുമ്പോൾ അതിൻ്റെ പെർഫോമൻസിൻ്റെതായിട്ടുള്ള ഒരു അപ്ഗ്രേഡ് അവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ കാണുന്ന പോലത്തെ സാധനങ്ങളിൽ കുറേ എണ്ണം നീ അവിടെ മിസ് ചെയ്യും. പിന്നെ അതിനേക്കാളും കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. ഞാൻ ഓടിച്ചപ്പോൾ ഓൾമോസ്റ്റ് ഒരു 28 to 30 ഉള്ളിൽ കിട്ടും. അത്യാവശ്യം എല്ലാം ഓടിച്ചാൽ മൈലേജ് ഉണ്ട്, അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ചേഞ്ചസ് എങ്ങനെയാണ് വണ്ടിയിൽ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ സ്മൂത്തായി നേരത്തെ ഓടിച്ചിട്ടുള്ളത് അറിയാം. ഭയങ്കര ഹാർഷാണ് വണ്ടി അങ്ങ് തുള്ളിക്കളി ഉണ്ട്. അതായത് കൈ ഒന്ന് വിട്ടാൽ ഒറ്റപ്പെടുത്തും, കൈ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ പുറകെ ഒരു ചവിട്ട് വരുന്ന പോലെ, കൈ വിട്ട് കഴിഞ്ഞാൽ നമ്മളെ കോളറെ പിടിച്ച് വലിക്കുന്ന പോലെ ഉള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അഗ്രസീവ് ആയിരുന്നു, ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. ആ റോഡിൽ നമുക്ക് അത്ര അഗ്രസീവിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അത്ര അഗ്രഷൻ്റെ ആവശ്യമില്ല. സോ ഈ ഒരു വണ്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരാൾ ഓടിക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു സുഖം തോന്നത്തില്ല. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നവരൊന്നും അതായത് ഒരു സാധാരണ ഒരു മര്യാദക്കാരൻ ഓടിച്ചാൽ അവൻ്റെ സുഖം തോന്നത്തില്ല. ഇനി ഒത്തിരി പവർ സ്നേഹിക്കുന്ന ഒരുത്തരം ഓടിച്ചാൽ അവന് ഇഷ്ടപ്പെടും, പക്ഷെ അവനും അങ്ങോട്ട് 100% എന്നുള്ള സാധനം വരത്തില്ല എല്ലാ സിറ്റുവേഷൻസിലും. അപ്പോൾ അതിനെ ഒന്ന് സെറ്റപ്പ് ആക്കാനും വേണ്ടി കുറച്ചും കൂടെ ഫ്യൂലിംഗിൽ നല്ലപോലെ കളിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ അൽഗോരിതം തന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നെ വിളിക്കുന്നത് ടോർക്ക് ഫിൽട്ടർ എന്നാണ്. ഓക്കെ, സംഭവം ഇത്രേ ഉള്ളൂ. ടോർക്ക് നിനക്ക് വേണ്ടപ്പോൾ ആവശ്യത്തിന് തരിക, സ്മൂത്തായിട്ട് തരിക, ഇവൻലി സ്പ്രെഡായിട്ട് തരിക.
എന്തൊക്കെ നോക്കുന്നതെന്ന് വെച്ചാൽ നിന്റെ ഗിയർ ഏത് ഗിയറിലാണ്, നീ ക്രാങ്കിന്റെ പൊസിഷൻ എന്താണ്, എഞ്ചിനിൽ എന്തോരം ലോഡ് വരുന്നുണ്ട്, നിന്റെ ത്രോട്ടിൽ നീ എന്തോരം ഓപ്പൺ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ആ സിറ്റുവേഷനിൽ നിനക്ക് മാക്സിമം ടോർക്ക് സ്മൂത്ത് ആയിട്ട് തരാനാണ് സിസ്റ്റം നോക്കുന്നത്. അപ്പോൾ തുള്ളിക്കളി ഒഴിവാക്കും, എന്നാൽ നിനക്ക് ആ ഒരു പഞ്ചും തരും. ടെസ്റ്റ് റൈഡ് ചെയ്യുന്നവന് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ. പഞ്ച് വൈബ്രേഷൻ ഇല്ലാതായി എന്നല്ല, 5000-നും 7000-നും ഇടയ്ക്ക് വൈബ്രേഷൻ ഉണ്ട്. പിന്നെ ഫോർജ് പിസ്റ്റൺ യൂസ് ചെയ്തെന്ന് പറയും. പിസ്റ്റൺ അതൊക്കെ യൂസ് ഒക്കെ ചെയ്യാം, എന്നാലും വൈബ്രേഷൻ ഉണ്ട്. ഫോർജ് പിസ്റ്റൺ നിനക്ക് ഉപകാരപ്പെടുന്നത് ഹൈ റിബിങ് സ്മൂത്ത് ആയിട്ട് 9000 RPM വരെ ഈസി ആയിട്ട് പോകും. കട്ട് ഓഫ് അടിക്കുക, അതിനകത്തൊന്നും ഒരു പിടുത്തമോ കാര്യമൊന്നും എഞ്ചിൻ്റെ ഭാഗത്ത് ഫീൽ ചെയ്യില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നിനക്ക് ഇത്രയും ഒരു അത്യാവശ്യം റിലയബിൾ എഞ്ചിനാണിത്, സർവീസ് ചെയ്ത് പഠിപ്പിച്ചല്ലേ. അതുപോലെ മൈലേജും ഉണ്ട്. അതൊക്കെയാണ് പിസ്റ്റൻ്റെ അതിനകത്തെ പരിപാടികളിൽ നിന്നുള്ള ഗുണമെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു BTO വെർഷനിൽ ഫ്രണ്ടിലത്തെ ആ ഒരു KYBയുടെ ഫോർക്ക് 41mm നിന്ന് 43mm മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഫ്രണ്ട് ആൻഡ് ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ വ്യത്യാസം? വ്യത്യാസം കുറച്ച് സ്റ്റേബിൾ ആണ് ഫ്രണ്ട്. ട്രാക്കിൽ എങ്ങനെയുണ്ട്? ട്രാക്കിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ഹാർഡ് ബ്രേക്കിംഗ് സമയത്താണ് നീ ടെയിൽ അടിക്കുന്നതല്ലാണ്ടുള്ളൂ, ഫ്രണ്ട് നല്ല സോളിഡാണ്. ഓക്കെ, കോൺഫിഡൻ്റ് ഉണ്ട് നമുക്ക്. ടെയിൽ അങ്ങനെ പോയെന്നാലും കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് ഫീൽ ചെയ്യത്തില്ല, തിരിച്ചു വരും. ആ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സസ്പെൻഷൻ്റെ അടിപൊളിയാണ് BTOകളെ. നമുക്ക് അഡ്ജസ്റ്റബിലിറ്റിയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള റൈഡിങ് ഇപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു ട്രാക്കിൽ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എനിക്ക് ബാക്കും അങ്ങനെ ടെയിൽ അടിക്കാണ്ട് കുറച്ചും കൂടെ സ്റ്റേബിൾ പെർഫോമൻസ് കിട്ടിയാണ്. പക്ഷേ അതിനുള്ള സമയം നമുക്ക് നോർമൽ ഡിഫോൾട്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഫോൾട്ടിൽ റോഡിലും നമ്മൾ അത്ര സ്പീഡിൽ ഓടിച്ചാലും സ്ലോയിൽ ഓടിച്ചാലും അത്യാവശ്യം സ്മൂത്തായിട്ട് നിൽക്കും. 41 to 43 അതിൻ്റെ ഉണ്ട് വ്യത്യാസമുണ്ട്. നമ്മുടെ NS-മായിട്ട് കമ്പയർ ചെയ്താലോ? NS-നേക്കാളും ബെറ്റർ സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ. ഡ്യൂക്കിനെ കമ്പയർ ചെയ്യുമ്പോഴും ഡ്യൂക്കിൻ്റെ സ്റ്റോക്ക് സെറ്റിങ്ങിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇതെനിക്ക് തോന്നി. പക്ഷേ അതൊരു ഡ്യൂക്ക് കുറച്ചും കൂടെ ബെറ്റർ ആണ് മൊത്തത്തിൽ. സസ്പെൻഷൻ ഞാൻ പറയത്തില്ല, അതിൻ്റെ ഇരിപ്പും അതിൻ്റെ എല്ലാം കൊണ്ട് നിനക്ക് അതിൽ കുറച്ചുകൂടെ തോന്നും. അല്ല, അതും അഡ്ജസ്റ്റബിൾ അല്ലേ വരുന്നത്? അത് എൻഡ്യൂറൻസിൻ്റെ ആണ് വരുന്നത്. WD ആണെന്ന് പറഞ്ഞാൽ ഇവിടെ WP ആണെന്ന് പറഞ്ഞാലും WD മറ്റേ അടിക്കാൻ സാധനം. WP എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അത് അവിടുത്തെ WP ഇവിടുത്തെ WP രണ്ടുണ്ട്. ഇത് KYB ആയതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ സസ്പെൻഷൻ സെറ്റാണ്. ട്രാക്കിൽ കോർണർ എടുക്കാനാണെങ്കിലും സ്ട്രൈറ്റ് ലൈൻ സ്റ്റെബിലിറ്റി ആണെങ്കിലും സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ വിഷയമാണ് വേണ്ടി. അപ്പോൾ വിഷയം എന്ന് വെച്ചാൽ വിഷയമാണ്. ഓക്കെ, വിഷയം സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ വേറൊരുത്തരും തൊടാൻ വരണ്ട എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ഇലക്ട്രോണിക്കലി ആണെങ്കിലും മെക്കാനിക്കലി ആണെങ്കിലും സ്റ്റെബിലിറ്റി അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. NS-മായിട്ട് കമ്പയർ NS ഒന്നും ലോകത്തിൽ വരത്തില്ല. കോൺഫിഡൻസ് എന്ന് പറയുന്നത് സീനാണ്. ട്രാക്കിലാണേലോ റോഡിലാണേലോ നിനക്ക് എൻജോയ് ചെയ്യാം, ഫുൾ ത്രോട്ടിൽ എൻജോയ് ചെയ്യാൻ പറ്റും പേടിയില്ലാണ്ട്. ഓക്കെ. ടോർക്ക് ഫിൽട്ടർ എന്ന് പറയുന്ന സംഭവം ഇട്ടപ്പോഴത്തേക്ക് നിനക്ക് എത്രത്തോളം പവർ ലോസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പവർ ലോസ് ഒന്നുമില്ല. ടെക്നിക്കലി നേരത്തെ ഉള്ള ജനറേഷൻ്റെ സെയിം പവർ ആൻഡ് ടോർക്ക് ഫിഗർ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തരുന്ന ഫീല് മാറിയിട്ടുണ്ട്, തരുന്ന രീതി മാറിയിട്ടുണ്ട്. ടോപ്പ് സ്പീഡിൽ എനിക്ക് സാക്രിഫൈസ് തോന്നി. കാരണം നേരത്തെ ഈസിലി 155 160 അടിക്കും ഒറ്റ കുതിപ്പിന് അവിടെ ചെല്ലും. ഇതങ്ങനെ ഒറ്റ കുതിപ്പിന് 135 140 വരെ ചെല്ലുള്ളൂ. അവിടുന്ന് കുറച്ച് ക്ലൈൻറ്റ് ചെയ്യും. അങ്ങനെ സാച്ചുറേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. പുള്ളിയും കുറച്ചുകൂടെ നിനക്ക് ഡിസ്റ്റൻസ് വേണം. ട്രാക്കിൽ എനിക്ക് അത്ര അടിക്കാൻ പറ്റത്തുള്ളൂ. റോഡിൽ നിനക്ക് ഹൈവേ സ്ട്രെച്ചിൽ ഈ പറഞ്ഞ പോലെ 160 ഒക്കെ അടിക്കാം. ട്രാക്കിൽ 147 ആണ് ഇതേ കാണിച്ചത്. 147 ആണ് കാണിച്ചത്. ടോപ്പ് സ്പീഡ് നമ്മൾ അന്ന് ബ്രേക്കിംഗ് പോയിന്റ് എത്തും, നമ്മൾ ബ്രേക്ക് ചെയ്യും. റോഡിലാകുമ്പോൾ നിനക്ക് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് റോഡ് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ 160 ഒക്കെ കയറാൻ പറ്റും. മറ്റേന്ന് വെച്ചാൽ നമ്മൾ അന്ന് ഉപയോഗിച്ച സുഖമായിട്ട് 155 ആ ഒരു ഇതിനുള്ളിൽ കയറിയാണ്. കാരണം ഇത് കുറച്ചുകൂടെ ഷോർട്ടർ ഗിയറിങ് വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അത്രയും അങ്ങ് എക്സ്റ്റെൻഡ് ടോപ്പ് എൻഡിലോട്ടല്ല ഇതിന്റെ പെർഫോമൻസ് നിൽക്കുന്നത്. ഇത് ആ ഒരു ലോവും മിഡിലുമാണ് ഇതിന്റെ കളി മൊത്തം നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് ആണ് സാധനം തരുന്നത്. ഓക്കെ. അത് നീ പറഞ്ഞപ്പോഴേ ഞാൻ ഇത് സ്പ്രോക്കറ്റ് R310 സെയിം സ്പ്രോക്കറ്റിംഗ് ആക്കി. ഇപ്പോൾ 46 ആയിരുന്നു ബാക്കിൽ, ഇപ്പോൾ ഇത് 42 മാറ്റി. അപ്പോൾ നല്ലതെന്ന് പറഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ ചാട്ടം കുറച്ചു അത് കുറച്ചുകൂടെ സ്മൂത്ത് ഔട്ട് ആക്കി. ഇറ്റ്സ് ഗുഡ്. എന്നാൽ ആ ടോർക്ക് ഫിൽറ്ററിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ലോ എൻഡ് അങ്ങനെ മിസ് ചെയ്യത്തില്ല. നിനക്ക് തേർഡ് ഗിയറിൽ 27-25 കിലോമീറ്ററിലൊക്കെ ഓടിച്ചോണ്ട് നടക്കാം. ഓക്കെ. അപ്പോൾ 6th ഗിയറിൽ 55-60 റേഞ്ചിൽ ഓടിച്ചോണ്ട് നടക്കാം സ്മൂത്തായിട്ട്. അവിടെ നിന്ന് കൈ കൊടുത്താൽ വണ്ടി കയറിക്കോളും ചെയ്യും. നൈസാക്കി മീൻസ് ഇമ്പ്രൂവ്മെന്റ്സ് ആക്കി. അത് ഇമ്പ്രൂവ്മെന്റ്സ് എന്ന് ഞാൻ പറയത്തില്ല, നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലോസ് കുറയ്ക്കുക. ഓക്കെ, മനസ്സിലായോ? നേരത്തെ എന്തൊക്കെയായിരുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇല്ലാണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അതിന്റെ ഭാഗമാണ് ഈ പരിപാടികളെല്ലാം. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുണ്ടി തണുപ്പിക്കുന്ന സെറ്റപ്പ്. അതില്ല, അതൊക്കെ എടുത്ത് കളഞ്ഞു. അത് കളഞ്ഞു. അതില്ല, നിനക്ക് ഓപ്ഷൻ ആയിട്ടും കിട്ടത്തില്ല. ഓക്കെ, നല്ല അത് ഈ പറഞ്ഞ പോലെ തണുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ലോങ് റൺ പോകുമ്പോഴത്തേക്ക് ആ സാധനം അവിടെ ഉള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അത് മറ്റൊരു സീറ്റിൽ അവിടെ കുഷനിങ് കൊടുത്തുകൊണ്ട് കുറച്ചും കൂടെ സീറ്റ് ഇപ്പോൾ കംഫർട്ടബിളാണ്. ഒത്തിരി സോഫ്റ്റ് കംഫർട്ടബിൾ ആണെന്ന് വിചാരിക്കരുത്. 100 കിലോമീറ്റേഴ്സിലൊക്കെ സുഖമായിട്ട് ബ്രേക്ക് എടുത്തൊക്കെ അങ്ങ് പോയാൽ മതി. അപ്പോൾ ടൂറിങ് എനിക്ക് ഇതിനേക്കാൾ R310 ടൂറിങ്ങിന് താല്പര്യം. കാരണം ഇത് നല്ല വിൻ ബ്ലാസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു 7000 RPM നിൽക്കുമ്പോഴത്തേക്ക് R15 ടൂർ ചെയ്യാൻ പറ്റാത്ത പറഞ്ഞു. R310 എന്തോ അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഈ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. ഹാൻഡിൽ താഴ്ന്നു വരുന്നതേ ഉള്ളൂ.
R15 കമ്പയർ ചെയ്താൽ R15 നല്ല അഗ്രസീവാണ്. RR ഒരു സ്പോർട്സ് ടൂറിംഗ് കൈൻഡ് ഓഫ് സാധനത്തിൽ വരുന്ന. ഇത് ടൂറിംഗ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണോ പറയുന്നത്? പറ്റത്തില്ലെന്ന് പറയുന്നില്ലല്ലോ. എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ RR ആണ് പറയുന്നത്. ഇതിന് 100 പോകുമ്പോൾ നല്ല വിൻ ബ്ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, വിൻ ബ്ലാസ്റ്റ് 85 കഴിയുമ്പോൾ നല്ല വിൻ ബ്ലാസ്റ്റ് ഉണ്ട്. പിന്നെ 100, 110 ഒക്കെ ഞാൻ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 7000 RPM വണ്ടി നിൽക്കുന്നത്. ആ RPM വണ്ടി പോവും. പക്ഷേ 7000 ഇതിനകത്തൊന്ന് താന്നിച്ചിട്ട് 6 നിന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു കംഫർട്ടബിളായിട്ട് തോന്നിയേനെ. വൈസർ വെച്ചാൽ ഒരു പരിധി വരെ കുറഞ്ഞ് കിട്ടും. എന്നാലും ഒരു ചെറിയ ഫെയറിംഗ് ഉള്ള വണ്ടി അല്ലെന്നുണ്ടെങ്കിൽ ഒരു അഡ്വഞ്ചർ ടൂർ ഓടിക്കുന്ന പോലെയുള്ള കംഫർട്ട് കിട്ടത്തില്ല. അല്ല, ഇരിപ്പൊക്കെ സെറ്റ് അല്ലേ? സിറ്റിയിൽ ഓടിക്കുക, വീക്കെൻഡ് ടൂറിങ് ചെയ്യുക, ഓക്കെയാണ്, സീനില്ല. ടൂറിങ്ങിൽ നിനക്ക് മോസ്റ്റ് കംഫർട്ടബിൾ എന്നുള്ളത് അതങ്ങ് വിടുക, ചെയ്യാം, ഒരു വിഷയമില്ല, ചെയ്യാം. പില്ലിയനെ വെച്ചൊന്നും പില്ലിയൻ അത്ര വലിയ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല ലോങ് ഡിസ്റ്റൻസിനായിട്ട്. പക്ഷേ സിറ്റിയിലും അപ് ടു 50 to 70 കിലോമീറ്റേഴ്സ് സെറ്റാണ്. ഹീറ്റിംഗ് ഇല്ല, ഓവർ ഹീറ്റിംഗ് ഇല്ല. നേരത്തെ ഈ ഒരു എഞ്ചിൻ നേരത്തേതിനേക്കാളും കുറഞ്ഞു എന്നാണ് പറയേണ്ടത്. എഞ്ചിനെ അവർ കുറച്ചും കൂടെ മെലോ ഡൗൺ ആക്കി. പെർഫോമൻസിലാണെന്നുണ്ടെങ്കിലും പെർഫോമൻസിലാണെന്നുണ്ടെങ്കിൽ ഹീറ്റിങ്ങിലാണെന്നുണ്ടെങ്കിലും എന്ന് പറഞ്ഞ് പെർഫോമൻസ് ഡ്രോപ്പ് എന്നല്ല, സ്മൂത്തറാക്കി. തരുന്ന പെർഫോമൻസ് സ്മൂത്തറാക്കി. വേണോന്ന് ചോദിച്ചാൽ തരും, എന്നാൽ വേണ്ടാത്തപ്പം ഓക്കെ എന്നാ വേണ്ട. നേരത്തെ എങ്ങനെയാണ് വേണമെന്ന് ചോദിച്ചാൽ തരും, വേണ്ടെന്ന് നിനക്കായിരുന്നു, നീ തിന്നിട്ട് പോയാൽ മതിടാ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് പഴയ RTR ഓടിച്ചപ്പോൾ സെക്കൻഡിൽ നിന്ന് തേർഡിലേട്ടൊക്കെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്ലൈറ്റ് ആയിട്ടൊരു വീലി ഒന്നും ആവത്തില്ല. ഇല്ല, വീലി പുള്ളുണ്ടായിരുന്നു. അല്ലല്ലോ, ഫ്രണ്ട് വീലി ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അത് ഇതിനകത്ത് എങ്ങനെയുണ്ട്? ആ വീലിയൊക്കെ അങ്ങനെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ആക്സലറേഷൻ ഇപ്പോഴും ഉണ്ടോ? പക്ഷെ അതിൻ്റെ അത്രയും ഒരു റഫ് അല്ല. എൻജോയ് ചെയ്തു കുറച്ചുകൂടെ അതിനേക്കാളും. അത് നമുക്കങ്ങോട്ട് ഒരു സാധനം തോന്നും. ഇത് പക്ഷേ നീ എൻജോയ് ചെയ്യും, സ്മൂത്താണ്. അപ്പ് ആൻഡ് ഡൗൺ പിക് ഷൂട്ടറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്, നൈസാണ്. ബാക്കിയെല്ലാം പരിപാടി അതുപോലൊക്കെ തന്നെയാണോ? അപ്പോൾ മിനി കത്തും. പിന്നെ സീക്വൻഷ്യൽ ടേണിംഗ് ഗിയർ വന്നത് കാണാൻ രസമുണ്ട്. ഹെഡ് ലാമ്പ് സെയിം ആണ്, കിടിലം വിസിബിലിറ്റി ആണ്, കാണാനും ലുക്കാണ്. വിസിബിലിറ്റി ഈ ഒരു സെഗ്മെന്റിലെ വിസിബിലിറ്റി ഒരു രക്ഷയാണ്, അതുകൊണ്ട് ആണ്. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ്, ടേപ്പേർഡ് ടൈപ്പ് ഹാൻഡിൽ ബാർ ആണ്. ഹാൻഡിൽ ബാറൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിളും, അത് നമുക്ക് അഗ്രസീവായിട്ട് ഓടിക്കേണ്ടപ്പോൾ മൊത്തത്തിൽ ഒരു ബാലൻസ്ഡ് ആണ് സാധനം. അല്ല, വൈബ്രേഷൻസ് ഈ സാധനം കൂടെ വന്നുകൊണ്ട് കുറച്ചുകൂടെ ഹാൻഡിൽ ബാർ കുറഞ്ഞിട്ടുള്ളൂ. ഹാൻഡിൽ ബാറിൽ ഇപ്പോൾ അത്രയും വൈബ്രേഷൻ ഇല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വൈബ്രേഷൻ തോന്നുന്നത് ഈ ടാങ്കിന്റെ സൈഡിലും പിന്നെ ഫുഡ് ബക്കിന്റെ ആ ഒരു ഏകദേശം ഏരിയയിലും. ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. അല്ലല്ല, അത് എഞ്ചിൻ വൈബ്രേഷൻ എവിടെയെങ്കിലും ഒക്കെ കിട്ടണ്ടേ? ഓക്കെ, അങ്ങനെ എഞ്ചിൻ റബ്ബ് ചെയ്യുന്ന കേൾക്കാൻ രസമാണ്. 1 ടച്ച് സ്റ്റാർട്ടാ, സിംഗിൾ ടച്ചാ. ആ വലിവ് കേട്ടോ, ആ സാധനം നിൽക്കും. ആക്ച്വലി ബേസ് ചെയ്യുക, കൈ കൊടുത്താൽ നല്ല സൗണ്ടാണ്. അല്ലാത്ത പക്ഷം നിന്നെ അങ്ങനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടുള്ളൊരു മറ്റേ എന്താ പറയുന്നത്, വെറുതെ ഇരുന്നാൽ വലിയ ബഹളമൊന്നുമില്ല. പക്ഷെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കണം, മുറുമുറുക്കത്തില്ലോ. ട്രാക്കിൽ ഓടിക്കുമ്പോൾ ഉള്ള സൗണ്ട് നൈസാണ്. സ്പോർട്ടിനെസ് നല്ല സ്പോർട്ടി സൗണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ മാറ്റങ്ങൾ. ഇതാണ് അങ്ങനെ അയ്യോ പുതിയ RR വന്ന് RTR വന്ന് ആ സാധനത്തിനും ഇല്ല. എന്നാൽ ഇതുമില്ല. ഇപ്പൊ കുറച്ചും കൂടെ നൈസ് ആയിട്ടുണ്ട് വണ്ടി. ആർക്കെടുക്കാം? പിന്നെ അതിന് പൈസ ഇല്ല, എടുക്കാൻ പറ്റും. EMI എടുക്കാമല്ലോ. EMIക്ക് പിന്നെ പൈസ ഇല്ല അങ്ങോട്ട് കൊടുക്കുന്നത്. മാറ്റം ഒരു 150cc ഓടിച്ച് പരിചയമുള്ളവർക്ക് എടുക്കാം. കുറച്ച് അഗ്രഷനും ഈ ഒരു സ്റ്റൈലിങ്, ഈ പറഞ്ഞ പോലത്തെ ഫാൻസി സ്റ്റഫ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. ഒരു യുണീക്നെസ് ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാം. ക്യാരക്ടർ ഉള്ള വണ്ടിയാണ്. റിവേഴ്സ് ഇൻക്ലൈൻഡ് എഞ്ചിൻ ഉണ്ട്, അത് വേറൊരു വണ്ടിക്കില്ല. ഈ സ്റ്റെബിലിറ്റി മൊത്തത്തിൽ ആ ഒരു സംഭവം ഉള്ളവർ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാം. പെർഫോമൻസ് മാത്രം നോക്കുന്നവർക്ക് KTM-ലോട്ട് പോകാം. വാല്യൂ ഫോർ മണി അല്ലെന്നുണ്ടെങ്കിൽ പൈസ ഏറ്റവും കുറവെന്നുള്ളത് നോക്കുന്നവർക്ക് NS-ലോട്ട് പോകാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ലൈവിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മിക്ക ദിവസങ്ങളിൽ 7 മണിക്ക് നിങ്ങൾക്ക് നമ്മുടെ ലൈവ് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഈ വണ്ടിയെ പറ്റിയിട്ട് ഇപ്പം ഇത്രയാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഓടിച്ചു നോക്കാൻ നല്ല ഫൺ ടു റൈഡ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഫീച്ചേഴ്സിൻ്റെ അയ്യറുകളിയാണ്. അപ്പോൾ അടുത്ത RTR ഞാൻ ADAS അപ്ഡേറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത RTR പ്രതീക്ഷിക്കാവോ? ഓക്കെ ഗൈസ്, ടാറ്റ.